ലാർജർ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്ക് മുഴുവനെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഹിന്ദുക്കളുള്ള പോക്കറ്റുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു. കാരണം എന്താ? ടു നേഷൻ തിയറി അവിടെ വർക്കൗട്ട് ചെയ്യണം. ടു നേഷൻ തിയറി വർക്കൗട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ത്യ വീക്കാവും. പാകിസ്ഥാൻ എങ്ങനെയാണോ ദുർബലമാവുന്നത്, തമ്മിലടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെയും മാറും. അവിടെ ആ സ്ട്രാറ്റജി മൂലം എത്രയെത്ര മനുഷ്യരെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നോക്കൂ, ലുധിയാനയിൽ ട്രെയിൻ ബോംബിംഗ് 91-ൽ 125 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ദൗളാസ് ബ്ലാസ്റ്റിൽ രാജസ്ഥാനിൽ 14 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കോയമ്പത്തൂർ ബോംബിംഗ് 58 പേർക്കാണ് നഷ്ടപ്പെട്ടത്. ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആലോചിക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഹിന്ദു വിഭാഗത്തെ കൊന്നൊടുക്കൽ ഇന്ത്യ പിടിച്ചെടുക്കാമെന്ന ആഗ്രഹമല്ല. ഹിന്ദുക്കളെ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന ഈ പറയുന്ന ചാവേറുകൾ ആക്രമിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെ ഇന്ത്യക്കുള്ളിൽ ഒരു വികാരം രൂപപ്പെടുമെന്നും ആ ഇസ്ലാമോ ഫോബിയ മൂലം ഇന്ത്യ സ്വയം ദുർബലമാകുമെന്നുമുള്ള കണക്കുകൂട്ടലാണ്. ഈ സ്ട്രാറ്റജിയാണ് 100-ലേറെ ആക്രമണങ്ങളാണ് ഇങ്ങനെ ടാർജറ്റഡായ ഹിന്ദു പോപ്പുലേഷൻ നേരെ നടത്തിയിരിക്കുന്നത്. ഓർമ്മിക്കണം, ഇതിനൊരിടത്ത് പോലും ഇന്ത്യൻ മുസൽമാൻ്റെ, രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യൻ മുസൽമാൻ്റെയും പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ടു നേഷൻ തിയറിയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, ഒപ്പം ഇന്ത്യയിൽ ഈ നിലപാടെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അഭിനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെ ഇത് പരാജയപ്പെടുത്തിയത്? ഈ അസീഫ് മുനീറിന് വേണ്ടിയിട്ട് നമ്മൾ തലവെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെ എന്ന മട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നു.